ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വ്യൂസൊക്കെ കയറാൻ തുടങ്ങിയിട്ടോ, അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം. നമുക്ക് ലക്ഷങ്ങളും അല്ലെങ്കിൽ ആയിരങ്ങളും ലക്ഷങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും നമുക്ക് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതും മറ്റുള്ളവരേക്ക് നമ്മുടെ വീഡിയോ എത്തിപ്പെടുന്നുണ്ട്, അതുകൂടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതുകൂടി കണ്ടപ്പോൾ ഒരുപാട് ഒരു ആശ്വാസമായി. അപ്പോൾ നമ്മളെ വീഡിയോ ഇനിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട് പെരിന്തൽമണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ്. എൻ്റെ വീട് മഞ്ചേരിയാണ്, മഞ്ചേരി വേട്ടയക്കോട് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഉമ്മാക്ക് ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഉമ്മ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം മന വന്ന് കണ്ടിരുന്നില്ല. അന്ന് ജലദോഷവും പനിയൊക്കെ ആയിട്ട് സൗണ്ടൊന്നും ഇതല്ല കേട്ടോ, ഒറിജിനൽ അങ്ങനെ വന്നതാണ്, ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് അവളിപ്പോൾ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വന്നത്, അവളും വന്നിരുന്നില്ല. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ആരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാണുന്നവർ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുക ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഈ പരിസരം, ഈ ഏരിയ അതൊരു ഒഴിഞ്ഞ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതാണ് കേട്ടോ വീട്, ചെറിയ വീടാട്ടോ. അപ്പോൾ ഇവിടെ റെക്സിന് ഇട്ടിരിക്കുക കേട്ടോ. ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല. ടൈൽസ് അകം നന്നാക്കാനൊന്നും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേട്ടയക്കോട് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, മഞ്ചേരി വേട്ടയക്കോട്. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഒഴിഞ്ഞ പറമ്പാണ്. എന്താ പറയുക, കാട് പോലെ കിടക്കുകയാണ്. ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വന്നാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വേനലുള്ള സമയത്താണെങ്കിൽ ഈ പുല്ലൊക്കെ കാടൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. പക്ഷേ ആ സമയത്ത് ഇവിടെ നല്ല പാറകളാണ്, കാണാൻ പോയി ഇരിക്കാനും കാറ്റുള്ളതിനൊക്കെ നല്ല ഏരിയയാണ്. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ചെയ്തില്ല അവിടെ കണ്ടൊരു ബിൽഡിങ്. ഇപ്പോൾ മഞ്ഞായ കാരണം ഇപ്പോൾ ഇത് രാവിലെ ഇപ്പോൾ ഇത് 6:45 കേട്ടോ. അപ്പോൾ കണ്ടോ അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ടോ, അത് നമ്മുടെ പയ്യനാട് സ്റ്റേഡിയമാണ് കേട്ടോ. അപ്പം അറിഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എന്നൊക്കെ കേട്ടില്ലേ. ഒരുപാട് ഫേമസ് കളിക്കാരൊക്കെ വന്നിട്ട് പന്ത് കളിച്ച് പോകുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം. അവിടെ എന്തെങ്കിലുമൊക്കെ കളിയൊക്കെ ഉള്ള ദിവസം അവിടെ നല്ല ലൈറ്റും ഒച്ചയും ബഹളമൊക്കെ നമ്മളെ വീട്ടിലേക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. അവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ സിറ്റ് ഔട്ടിലിരിക്കും. ഭയങ്കര പടക്കം പൊട്ടലും ഭയങ്കര ഒരു ഇതായിരിക്കും അവിടെ. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും ഞങ്ങൾ. പയ്യനാട് സ്റ്റേഡിയം അങ്ങനെ. ഇത് ഇവിടേക്ക് ഇങ്ങനെ തന്നെ കേട്ടോ, ഒഴിഞ്ഞ പറമ്പാണ്, കാടാണ് ശരിക്ക്. പിന്നെ നല്ല കാറ്റായിരിക്കും കേട്ടോ ഫുൾ ടൈം. ഇപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ആകെ പുല്ലും കാര്യങ്ങളൊക്കെയാണ്. ഉമ്മാക്ക് വയ്യാതായതിനു ശേഷം പിന്നെ ഒക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുക. ഉമ്മയും ജ്യേഷ്ഠത്തിയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് കേട്ടോ. ഞാനും എൻ്റെ മക്കളും പെരിന്തൽമണ്ണ. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയണമെന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും ആളുകൾ ആരൊക്കെ കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആരെയും പിന്നെ ഇതിലങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. ആരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നത്, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണതൊന്നും അറിയില്ല. എന്നാൽ പിന്നെ വ്യൂസ് ഇങ്ങനെ കുറച്ചൊക്കെ കയറി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിഷ്ടമുള്ളവരാണോ അല്ലേ, നമ്മളെ വീഡിയോ താല്പര്യമുണ്ടോ അതൊന്നും അറിയില്ല. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നൊരു കമൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷമാവും. നമുക്ക് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാനും തോന്നും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ. എല്ലാവരും ചെയ്യണം എന്നല്ല ഞാൻ പറയണത്, ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ. കാരണം ഈ ഫേമസായ ആളുകൾക്ക് ചിലപ്പോൾ സാമ്പത്തികമുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ടാകും. അവർക്കൊക്കെ ചിലപ്പം പെട്ടെന്ന് റീച്ചൊക്കെ ആയി പിന്നെ അവർക്ക് അതിൻ്റെതായ രീതിയിൽ വീഡിയോ ചെയ്യാനുള്ള സാമർത്ഥ്യമൊക്കെ ഉണ്ടാകും. നമുക്ക് അതൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കാരണം എനിക്ക് അതിനുള്ള മൈക്കും അതിന് പറ്റിയ സാമഗ്രികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ തന്നെ വീഡിയോ പിടിച്ച് മൊബൈലിൽ തന്നെ അങ്ങനെ വോയിസൊക്കെ ഇടണേ. അല്ലാതെ അതിന് പറ്റിയ സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല.
അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്, ശരിക്കും കേൾക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ ഞാൻ നാളെ മറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.